Pledge. India is my country. All Indians are my brothers and sisters. I love my country. Welcome to Enlighten, Let's Learn. Hi, happy Independence Day. രാജ്യം 76ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ദേശീയതയുമായി ചേർന്ന് പോകുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം. സ്കൂളുകളിൽ ശീലിച്ചിട്ടുള്ള ആ പ്രതിജ്ഞയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ ദേശീയതയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിലാണ് ഞാൻ. ഈ രണ്ട് സെൻസിലും ഈ വാക്യത്തെ നമുക്ക് എടുക്കാം. ആദ്യത്തേത് ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പൊസസീവ് ഫീലിങ്ങിൽ അത് എടുക്കാം. രണ്ടാമത്തേത് ഇന്ത്യ എന്ന രാജ്യത്തിലാണ് ഞാൻ എന്ന രീതിയിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന രീതിയിലും അതിനെ എടുക്കാം. ഈ രണ്ട് അർത്ഥങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അതിനെ ഉൾക്കൊള്ളേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ നാഷണലിസം എന്ന വാക്കാണ് എടുത്തേക്കുന്നത്, അതായത് ദേശീയത എന്ന അർത്ഥത്തിൽ. എൻ്റെ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ എൻ്റെ സഹോദരന്മാരുടെ രാജ്യം കൂടെയാണ്. അതായത് ആരാണ് സഹോദരന്മാർ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ നമ്മൾക്ക് വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ സാഹോദര്യമാണ്, അഥവാ ഫ്രറ്റേണിറ്റി എന്നാണ് അത് പറയേണ്ടത്. അടുത്ത വാക്യം ഐ ലവ് മൈ കൺട്രി. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. രാജ്യസ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. അതായത് അതിന് പറയുന്ന വാക്കാണ് പേട്രിയോട്ടിസം. മൂന്നാമത്തെ ഈ വാക്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വേരീഡ് ഹെറിറ്റേജ്. അതായത് അതിൻ്റെ സമ്പന്നവും വൈവിധ്യവുമായ പൈതൃകത്തിൽ ഞാൻ ഊറ്റം കൊള്ളുന്നു എന്നാണ് അതിൻ്റെ തർജ്ജമ. അപ്പോൾ അവിടെ നമ്മൾ ആ പൈതൃകത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ആ വാക്കാണ് ലെഗസി. ഇനിയുള്ളത് ഐ ഷാൽ ഓൾവേസ് സ്ട്രൈവ് ടു ബി വേർതി ഓഫ് ഇറ്റ്. അതായത് ഞാൻ അതിന് അർഹനാകുവാൻ പരിശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു അർഹതയുടെയും അല്ലെങ്കിൽ ഒരു എൻറ്റൈറ്റിൽമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ടോണാണ് ഉള്ളത്. അവിടെ നമുക്ക് വേർതിനെസ് എന്ന വാക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ യോഗ്യത, അതായത് ദേശീയതയും സാഹോദര്യവും രാജ്യസ്നേഹവും പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന ആ ഒരു സ്വഭാവവും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അടുത്ത വാചകം എന്താണ്? ഐ ഷാൽ ഗീവ് റെസ്പെക്ട് ടു മൈ പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ് ആൻഡ് ട്രീറ്റ് എവ്രി വൺ വിത്ത് കേർട്ടസി. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ബഹുമാനത്തെക്കുറിച്ചാണ്. അനുസരിക്കുക, അതായത് മുതിർന്നവരെ അനുസരിക്കുക എന്നതാണ് അവരോട് കാണിക്കുന്ന ബഹുമാനം. അപ്പോൾ ഇവിടെ ഒബീഡിയൻസ് വന്നിട്ടുണ്ട്, അനുസരണ. രണ്ടാമത് റെവറൻസ് വന്നിട്ടുണ്ട്, ബഹുമാനം. മൂന്നാമത് സഭ്യത അല്ലെങ്കിൽ സിവിലിറ്റി എന്ന ആശയം വന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് മാന്യമായി പെരുമാറും എന്നുള്ളതാണ് ആ സഭ്യത എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്, അതായത് സിവിലിറ്റി. അടുത്ത വാക്യത്തിൽ ടു മൈ കൺട്രി ആൻഡ് മൈ പീപ്പിൾ ഐ പ്ലെഡ്ജ് മൈ ഡിവോഷൻ. അതായത് ഐ ഓവ് മൈ അലീജൻസ്. ഞാൻ എൻ്റെ വിധേയത്വം അവരോടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത എൻ്റെ നാടിനോടും എൻ്റെ നാട്ടുകാരോടുമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇൻ ദെയർ വെൽബീയിങ് ആൻഡ് പ്രോസ്പെരിറ്റി എലോൺ ലൈസ് മൈ ഹാപ്പിനെസ്. അതായത് അവരുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് എൻ്റെ ആനന്ദം. അപ്പോൾ മറ്റൊരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷവും അവരുടെ വേദന നമ്മുടെ വേദനയുമാകുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഏതാണ്ട് ഐക്യപ്പെടുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു ഐക്യദാർഢ്യം എന്ന ഒരു അർത്ഥത്തിലേക്ക് നമുക്കിതിനെ എത്തിച്ചു വെക്കാം, അതായത് സോളിഡാരിറ്റി എന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സിമ്പത്തറ്റിക് ജോയ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി അതിനോട് ചേർന്ന് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുക എന്നൊരു പ്രവണതയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഷാഡൻ ഫ്രോയിഡെ എന്ന്. ഇതൊരു ജർമ്മൻ പദമാണ്, ഷാഡൻ ഫ്രോയിഡെ. ഇതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പദമുണ്ട്, അതാണ് എപ്പിക്കാരിക്കസി എന്ന വാക്ക്. ഈ വാക്കുകൾ കൂടാതെ മറ്റ് ചില വാക്കുകൾ കൂടി ഈ ഒരു പരിസരത്തിൽ നമ്മൾ ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. അതായത് ഐക്യം, അഖണ്ഡത എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഐക്യം? ഐക്യത്തിന് പറയുന്ന വാക്ക് എന്താണ്? യൂണിറ്റി.
അഖണ്ഡത എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഇൻഡിവിസിബിലിറ്റിയാണ്. സാധാരണ നമ്മൾ അഖണ്ഡത എന്ന് കേൾക്കുമ്പോൾ അതിനെ ഇൻറ്റഗ്രിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരർത്ഥം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ സമഗ്രത എന്നാണ് അർത്ഥം. യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു വാക്കാണ് സോവറിൻറ്റി എന്നത്. ഈ വാക്ക് സോവറിൻറ്റി എന്നാണ് വായിക്കേണ്ടത്. പലരും സോവർണിറ്റി എന്നൊക്കെ വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കറക്റ്റ് ഉച്ചാരണം സോവറിൻറ്റി എന്നാണ്. അതായത് പരമാധികാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങളുടെ ജീവൻ കൊടുത്ത് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അപ്പോൾ അവിടെ ഒരുപാട് രക്തസാക്ഷികളെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്താണ് രക്തസാക്ഷി എന്ന് പറയുന്നതിൻ്റെ വാക്ക്? രക്തസാക്ഷികൾക്ക് നമ്മൾ വിളിക്കുന്നത് മാർട്ടർ എന്നാണ്. മാർട്ടർ MARTYR എന്നാണ് എഴുതുന്നതെങ്കിലും നമ്മൾ അത് മാർട്ടർ എന്നാണ് വായിക്കേണ്ടത്. പലരും മാർട്ടിയർ എന്ന് വായിച്ച് കേൾക്കാറുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് മാർട്ടർ എന്ന് പറയും, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മാർട്ടർ എന്നും പറയും. ഇവിടെ പരാമർശിച്ച ഇംഗ്ലീഷ് വാക്കുകൾ ഏതൊക്കെയാണ്? നാഷണലിസം, ഫ്രറ്റേണിറ്റി, പേട്രിയറ്റിസം, ലെഗസി, വേർതിനെസ്, എൻറ്റൈറ്റിൽമെൻറ്റ്, പിന്നീട് ഒബീഡിയൻസ്, റെവറൻസ്, സിവിലിറ്റി, പിന്നീട് എന്താണ് സോളിഡാരിറ്റി, കമ്മിറ്റ്മെൻറ്റ്, സോവറൻറ്റി, മാർച്ചർ, എപ്പിക്കാരിക്കസി, അലിജൻസ്, ഷാഡൻഫ്രോയിഡ്. അലിജൻസ് എന്ന വാക്ക് പലപ്പോഴും അലീജിയൻസ് എന്ന് നീട്ടി വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അലിജൻസ് എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.